മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നല്ലോ, കന്റോൺമെന്റ് പോലീസാണോ കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉന്മേഷ്, ഈ വിഷയത്തിൽ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നായിരുന്നു ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്നാണ് മേയർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ യദുവിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മേയർക്കെതിരെ മറ്റൊരു കേസ് കൂടി വരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇത്തവണ കേസെടുത്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ മേയർക്കെതിരെ കേസെടുക്കാതെ യദുവിനെതിരെ മാത്രം കേസെടുത്തതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ നേരിട്ട് കോടതിയിലേക്ക് കേസിന് പോകും, ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിക്കുമെന്ന് യദു പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസ് തന്നെ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകി പോലീസ് തന്നെ കേസെടുക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു യദു ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പിന്നീട് യദുവും യദുവിന്റെ അഭിഭാഷകനും കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അതിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. പോലീസിന് കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇതിനോടകം ഈ വിഷയത്തിൽ ഇതോടുകൂടി 2 കേസുകൾ എന്ന നിലയിലേക്ക് മേയർക്കെതിരെ വന്നു. അതിലൊന്നൊരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസും മറ്റൊന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുള്ള കേസുമാണ് ഇപ്പോൾ നിലവിൽ മേയർക്കെതിരെ ഉള്ളത്. സ്വാഭാവികമായും ഈ കേസിൽ ഈ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മേയർ ഇനി ശ്രമിക്കും. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ മറ്റ് നടപടികളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ മുൻകൂർ ജാമ്യം ത്തിനുള്ള ശ്രമത്തിലാവും മേയർ ഉൾപ്പെടെയുള്ളവർ ഇനി ഉണ്ടാവുക. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.